മാജിക് മോർണിംഗ്. ഓക്കെ, എല്ലാവരും ഓക്കെ ആണല്ലോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ ആണോ? റെഡി ആണോ? ഓക്കെ. ഓക്കെ. ഓക്കെ, ശരി. താങ്ക് യു സോ മച്ച് ടു ആൾ. സോ നമുക്കിന്ന് സെഷൻ എടുക്കുന്നത് നമ്മുടെ JCI ഇന്ത്യ സോൺ ട്രെയിനർ ആയിട്ടുള്ള കവിത ബിജേഷ് മാമാണ്. ഓക്കെ, മാം ഇടുന്നത് ടോപ്പിക്ക് സെൽഫ് ബിലീഫ് ആൻഡ് കോൺഫിഡൻസ് ബിൽഡിംഗ് ആണ്. സോ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി കവിത മാമിനെ ഇൻവൈറ്റ് ചെയ്യാൻ. കവിത മാം, പ്ലീസ് വെൽക്കം മാം. കവിത മാമിന് ഓഡിയബിൾ ആണോ? യെസ്. താങ്ക് ഓക്കെ. യു. ഗുഡ് മോർണിംഗ്. മോർണിംഗ് ഗുഡ് മാം. മോർണിംഗ്. ഹായ്. ആദ്യം തന്നെ വലിയ സന്തോഷം. എനിക്ക് തോന്നുന്നു ഞാനൊരു മൂന്നാമത്തെയോ നാലാമത്തെയോ തവണയാണ് ഈ ഒരു 5 AM ക്ലബിന്റെ ഭാഗമാവാനുള്ളൊരു ഭാഗ്യം ലഭിക്കുന്നത്. സത്യം പറയാലോ, ഈ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഈ ഒരു സമയത്ത് എഴുന്നേൽക്കുന്നത്. എൻ്റെ കോലം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നിങ്ങളെ ഇതിൽ കാണുന്ന ആളുകൾ, ഇപ്പം ഞാനല്ലാതെയുള്ള എനിക്ക് തോന്നുന്നു 15ഓളം ആളുകളുണ്ട്. അപ്പം നിങ്ങൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് ഈ ഒരു സമയത്തൊക്കെ എഴുന്നേറ്റ് അത്രയും ഒരു വല്ലാത്ത, എനിക്ക് തോന്നുന്നു എനിക്കൊന്നും നിങ്ങളോടൊന്നും പറയാനില്ല. നിങ്ങളാണ് ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ അറിവുള്ള ആളുകളെന്നായിട്ടാണ് തോന്നുന്നത്. അപ്പൊ ഇതിനെ ഒരു ട്രെയിനിങ് സെഷനായിട്ടൊന്നും കരുതണ്ട. ഞാനൊക്കെ ഇപ്പൊ ഇങ്ങനെ ജസ്റ്റ് ട്രെയിനിങ് മേഖലയിലേക്ക് 2 വർഷമായിട്ട് വന്നിട്ടുള്ള ഒരാൾ മാത്രമാണ്. അപ്പം നമുക്കിപ്പം ഇതിൽ പറഞ്ഞിട്ടുള്ളൊരു സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ബിലീഫ് എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ് ടോപ്പിക്കായിട്ട് തന്നിട്ടുള്ളത്. നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, അതിൽ കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനില്ല. അപ്പൊ ഇതിനൊരു ട്രെയിനിങ് സെഷനായിട്ടൊന്നും കരുതേണ്ട. നമ്മൾ കുറച്ച് പരിചയമുള്ള ആളുകൾ സംസാരിക്കുന്ന പോലെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ എനിക്കും ഷെയർ ചെയ്ത് തരാം. കാരണം അടുത്ത വർഷമൊക്കെ മീൻസ് 2026 നാഷണൽ ട്രെയിനർ ആവാനൊക്കെയുള്ള പ്രിപ്പറേഷനിലാണ് ഞാൻ. അപ്പം എനിവേ താങ്ക് യു. എന്നെ മാം പരിചയപ്പെടുത്തിയതുപോലെ തന്നെ ഞാൻ ജൂനിയർ ചാമ്പർ ഇന്റർനാഷണൽ JCIയുടെ സോൺ വൈസ് പ്രസിഡന്റ് ആണ് 2026. അപ്പം അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പം നമുക്ക് അതിൽ തന്നെ തുടങ്ങാം. ഇപ്പം ഞാനൊന്നും പ്ലാൻഡ് അല്ല. ഇപ്പം എൻ്റെ ഒരു JCI ജേണി എന്ന് പറയുന്നത് 2022 JCIയിൽ ജോയിൻ ചെയ്യുന്നത്. ഹസ്ബൻഡ് JCIയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് സത്യം പറഞ്ഞാൽ എന്താണ് JCI എന്നൊന്നും അറിയില്ല. എന്തോ ഒരു മണി ചെയിൻ പ്രോഗ്രാം ആണെന്നൊക്കെയാണ് കരുതിയിരുന്നത്. അപ്പം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുവജന സംഘടനയാണെന്നും അതിന്റെ ഒരു 5 പില്ലേഴ്സിലാണ് JCI നിലകൊള്ളുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഞാൻ വരുന്നത്. അപ്പൊ എൻ്റെ ഒരു കോൺഫിഡൻസ് എന്നുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ആണെങ്കിലും എനിക്ക് ഈ നമുക്ക് ഗ്രൂപ്പ് സോങ്ങിൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഐറ്റത്തിൽ മാത്രമാണ് ഞാൻ ഇപ്പോഴും പങ്കെടുക്കാറുള്ളത്. ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പൊ ആ സമയത്ത് നമുക്ക് ഈ മൈക്ക് എന്ന് പറയുന്ന ഒരു സാധനത്തിനോട് വളരെ ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷെ പേടിയാണ് സംസാരിക്കാനായാലും. അത് പോയിട്ടൊന്ന് കാരണം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെ തന്നെ ശബ്ദം കേൾക്കുന്ന സമയത്ത് നെക്സ്റ്റ് നമുക്ക് എന്ത് പറയണം എന്നുള്ളത് അവിടെ ബ്ലോക്ക് ആയിപ്പോ. അതായിരുന്നു എൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ 2022 JCIയിൽ ജസ്റ്റ് ജോയിൻ ചെയ്യുകയും അന്ന് സൈലന്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും വെരി നെക്സ്റ്റ് ഇയറിൽ 2023 ഹസ്ബൻഡ് ചാപ്റ്ററിൽ പ്രസിഡന്റ് ആവുകയും ഫോഴ്സ്ഫുള്ളി ഞാൻ മാനേജ്മെന്റ് എന്നുള്ള ഒരു പോർട്ട്ഫോളിയോ ഏറ്റെടുക്കുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്യുകയൊക്കെ ഉണ്ടായി. നമുക്കിതിൽ JCIയിൽ ഞാൻ പറഞ്ഞ പോലെ 5 പില്ലേഴ്സ് ഉണ്ട്. അതിലൊരു പില്ലറാണ് നമുക്ക് ട്രെയിനിങ് ലാഡർ എന്ന് പറയുന്നത്. അപ്പൊ ആ ട്രെയിനിങ് ലാഡറിൽ ആദ്യമുള്ളത് EPS ആണ്, ഇഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ്. എങ്ങനെ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ കോൺഫിഡൻസോട് കൂടിയിട്ട് നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാമെന്ന്, പബ്ലിക്കിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളൊരു സാധനം. അപ്പൊ ഈ ഒരു EPS എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഹസ്ബൻഡ് പ്രസിഡന്റ് ആയ സമയത്ത് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു. അതിന്റെ തലേ ദിവസം ഞങ്ങൾ പോയിട്ട് ഹാളൊക്കെ ബാനറൊക്കെ ഫിക്സ് ചെയ്ത് ഒക്കെ ചെയ്ത് നിന്ന് നാളത്തേക്ക് റെഡിയാക്കി വെച്ചിട്ട് പോരാൻ നിൽക്കുകയാണ്. ആ സമയത്ത് ഹസ്ബൻഡും മറ്റും കൊളീഗ് മെമ്പേഴ്സും കൂടെ ചായ കുടിക്കാനായി പോയ സമയത്ത് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിക്കോളും. ഞാനും ചെറിയ മോനാണുള്ളത്. ഞാൻ മനഃപൂർവ്വം അവിടെ നിന്നതാണ്. കാരണം ഈ മൈക്ക് എന്ന് പറയുന്ന ഒരു സാധനത്തിന് എനിക്ക് ടച്ച് ചെയ്യാനുള്ള ഒരു കൊതി കൊണ്ടും
ആളുകളുടെ മുന്നിൽ ഞാൻ മൈക്കിൽ സംസാരിക്കുമെന്ന് അറിയിക്കാനുള്ള, കാരണം എല്ലാ കാര്യങ്ങളും സ്റ്റാറ്റസ് ഇട്ട് ആളുകളെ അറിയിക്കുന്ന ഒരു സ്വഭാവമുള്ള ആളാണ് ഞാൻ. പക്ഷെ എനിക്ക് ഇത് മാത്രമാണ് എവിടെയും ചെയ്യാൻ പറ്റാതിരുന്നത്. അങ്ങനെ 1-ാം ക്ലാസ് പഠിക്കുന്ന മോനെ കൊണ്ട് ഞാൻ മൈക്ക് ഓണ് പോലും അല്ല, പോഡിയത്തിന് മുകളിൽ നിന്നിട്ടും അല്ലാതെയും ഫോട്ടോസ് എടുത്തത് ഇപ്പോഴും എൻ്റെ ഗാലറിയിൽ കിടക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ഡേ ആണ് ഞാൻ EPS അറ്റൻഡ് ചെയ്തത്. പക്ഷെ അതൊരു വലിയ ചേഞ്ച് ആയിരുന്നു. EPS പിന്നെ നമ്മുടെ ഒരു ട്രെയിനിങ് ലാഡർ എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്പീച്ച് ക്രാഫ്റ്റ് എന്ന് പറയും. 2 ദിവസത്തെ നമുക്ക് എങ്ങനെ സംസാരിക്കണം, നമ്മുടെ ഐ കോണ്ടാക്ട്, നമ്മുടെ വോയിസ് മോഡുലേഷൻ, നമ്മുടെ ബോഡി ലാംഗ്വേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻഡെപ്ത് ആയി പഠിപ്പിക്കുന്നതാണ് സെക്കൻഡ് എന്ന് പറയുന്നത് സ്പീച്ച് ക്രാഫ്റ്റ്. 3-ാമത് നമുക്ക് സോൺ ട്രെയിനിങ് വർക്ക്ഷോപ്പാണ്. ആ സോൺ ട്രെയിനിങ് വർക്ക്ഷോപ്പും കൂടെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ശരിക്കും അതിനൊരു എക്സാമ്പിൾ പറയാം, നമ്മളൊരു പുട്ടും കുറ്റിയിലേക്ക് അരിപ്പൊടി ഇട്ട് ഒരു പുട്ടായിട്ട് വരുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് നമുക്ക് ഉണ്ടാവുക. അപ്പം ഇത് എനിക്ക് ഈ ഒരു കോൺഫിഡൻസ് തന്നത് ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ആണ്. പക്ഷെ ഞാൻ പറയുന്നത് അതിനുള്ള ഒരു പരിശ്രമം ഉണ്ടായത് എൻ്റെ ഭാഗത്തു നിന്നാണ്. അപ്പൊ നമുക്ക് ഏറ്റവും ഭയമുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു സാധനത്തിന് നമ്മൾ എപ്പോഴും ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം. കാരണം ഞാനിവിടെ കോഴിക്കോടാണ്. കോഴിക്കോട് നിങ്ങൾ എത്ര പേര് കോഴിക്കോട് ഉള്ളവരുണ്ട് എന്ന് എനിക്ക് അറിയില്ല. ഇവിടെ ദേവഗിരി കോളേജ്, ഗുരുവായൂരപ്പൻ കോളേജ് ഒക്കെ പോലെയുള്ള കോളേജുകളിൽ സ്ഥിരമായിട്ട് ഇപ്പൊ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന ഒരാളാണ് ഞാൻ. വെറും 2023 EPS ചെയ്ത് 2024 ഞാൻ സോൺ ട്രെയിനിങ് വർക്ക്ഷോപ്പ് കഴിയുന്നത്. അപ്പം ഈ ക്യാമ്പുകളിലൊക്കെ 5-6 മണിക്കൂറുകളോളം നമ്മൾ ഈ 400ഓളം കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനുള്ള കോൺഫിഡൻസ് കിട്ടിയത് നമ്മളത് പ്രാക്ടീസ് ചെയ്തത് കൊണ്ട് മാത്രമാണ്. അല്ലെ, അതുപോലെ തന്നെ അതിയായ ആഗ്രഹം അതിനോട് നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്താ പറയാ, നമ്മളെ കുറിച്ചുള്ള ഒരു ധാരണ ആദ്യം ഉണ്ടാവും. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കി അതിനോട് കൂടുതൽ അത് നേടിയെടുക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മുടെ ഭാഗത്ത് നിന്ന് ഇതുപോലെ JCA പോലുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാവും. അപ്പൊ നമ്മളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ചുറ്റിലും കാണുന്ന ഇത്തരം എന്താ പറയാ സാഹചര്യങ്ങളെ നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്ത് എടുക്കുക എന്നുള്ളിടത്താണ് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വരുന്നത്. അപ്പം ഞാനൊക്കെ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ഈ EPS അല്ലെങ്കിൽ പ്രസംഗ പരിശീലനം എന്ന് പറയുന്ന ഒരു സാധനമാണ്. അപ്പം നമുക്കൊക്കെ നമ്മുടെ അനുഭവത്തിൽ നിന്ന് തന്നെ കുട്ടികൾക്ക്, ഇപ്പോൾ കോളേജ് കുട്ടികൾക്ക്, സ്കൂൾ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ഈവൻ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ എലക്ഷൻ കഴിഞ്ഞ സമയമാണ്. ഒരുപാട് ലേഡീസ് നമ്മുടെ ഈ ഒരു എലക്ഷന്റെ ഭാഗമായിട്ടുണ്ട്. നമുക്ക് 50% സ്ത്രീ സംവരണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സാധാരണ വീട്ടമ്മമാരെ, പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്സ് ഒന്നും ഇല്ലാത്ത വീട്ടമ്മമാരെയൊക്കെയാണ് ആളുകൾ ഫോഴ്സ്ഫുള്ളിയൊക്കെ നമ്മൾ ഈ പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അവർക്കൊന്നും എങ്ങനെ പ്രസംഗിക്കണം ഒന്നും അറിയില്ല. ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ചേച്ചിമാരൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നമ്മൾ പോയിട്ട് ഇങ്ങനെ ക്ലാസ് ഒക്കെ എടുത്തു കൊടുക്കുന്ന സമയത്ത് അപ്പം ഇവരൊന്നും മോശക്കാരല്ല, ഇവർക്കൊക്കെ നമ്മളെക്കാൾ നന്നായിട്ട് പ്രസംഗിക്കാനും എല്ലാം അറിയാം. അപ്പം അവരിൽ ഉള്ളിലുള്ള ആ ഒരു സാധനം നമ്മൾ കാണിച്ചു കൊടുത്ത് അവരെ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. നമ്മൾ ഇങ്ങനെയുള്ള കുറെ ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അറിയുന്ന കുഞ്ഞു കാര്യങ്ങളെ കുറിച്ച് ഇപ്പൊ ഒന്നും വേണ്ട. നമ്മുടെ മുന്നിൽ കാണുന്ന ഇപ്പൊ ഒരു പെന്ന്, അപ്പൊ എന്റെ മുന്നിൽ ഇപ്പൊ പെന്നാണ് കാണുന്നത്. റൂമിന്റെ വാതിലടയ്ക്കുക, ആരുമില്ലാത്തൊരു സമയത്ത് കണ്ണാടിന്റെ മുന്നിൽ നിന്ന് നമ്മൾ ആ പെന്നിനെ കുറിച്ച് വെറുതെ സംസാരിക്കുക. അങ്ങനെ ഓരോ ദിവസവും ഓരോ ഡിഫറെന്റ് ടോപ്പിക്കുകൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ കണ്ടുകൊണ്ട് നമ്മൾ കണ്ണാടിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും, അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ കൈ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അപ്പൊ അതൊരു മോശമാണ്. അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തല ചൊറിയുന്നുണ്ട്, അപ്പൊ അത് മോശമാണ്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ നമുക്ക് തന്നെ നമ്മളെ വിലയിരുത്താനും നമ്മളുടെ മാറ്റങ്ങൾ നമുക്ക് കുറേശ്ശെ മനസ്സിലാക്കാനായിട്ടും സാധിക്കും. അപ്പം ഇത് ഞാൻ പ്രസംഗിക്കാൻ അറിയുന്ന ഒരു എക്സാമ്പിൾ എനിക്ക് തോന്നിയപ്പോൾ പറഞ്ഞതാണ്. അപ്പൊ ഇതുപോലെയാണ് നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം സെറ്റ് ആക്കണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ മൈൻഡിനെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ എവിടെ നമ്മൾ വായിച്ചിട്ടുണ്ട്, ഏറ്റവും നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ആർമിയാണ്, അല്ലെ? നമ്മളെപ്പോഴും പറയില്ല, പട്ടാളച്ചിട്ട എന്നൊക്കെ പറയും. അപ്പൊ എന്തുകൊണ്ടാണ് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഫോഴ്സ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വെപ്പൺസ് യൂസ് ചെയ്യുന്ന ഒരു ടീമിന് അത്രയും ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഫോളോ ചെയ്യാൻ അവർ ഫോഴ്സ്ഫുള്ളി ആവുന്നത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്കറിയാം ഈ വെപ്പൺസ് യൂസ് ചെയ്തിട്ട് പരസ്പരം തന്നെ അവർക്ക് അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവരുടെ ലൈഫ് വെൽ ഡിസിപ്ലിനോട് കൂടി മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതേപോലെ ഏറ്റവും മൂർച്ചയേറിയ ഒരു വെപ്പണാണ് നമ്മുടെയൊക്കെ മൈൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മൈൻഡിനെ നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഡിസിപ്ലിനോട് കൂടി
മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള നമുക്കുള്ള ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാനും നമുക്ക് കോൺഫിഡൻസ് കൂട്ടാനൊക്കെ സാധിക്കുകയുള്ളൂ. നമുക്ക് അതിന് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നെഗറ്റീവ് ചിന്തകളെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ടും ആയിട്ടാണ് എനിക്കറിയാം. ഇപ്പൊ ഈ ഒരു കേട്ട നിങ്ങളുടെ ഒരു രാവിലത്തെ ഒരു സെഷൻ ഉണ്ടല്ലോ 5:30 മുതൽ, അപ്പൊ അതെല്ലാം മൈൻഡിനെ ക്ലിയർ ആക്കി പ്യുവർ ആക്കുന്ന ഒരു സാധനമാണ് ആ ഒരു സെഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെയൊക്കെ മൈൻഡ് അടിപൊളിയായിട്ടുള്ള ആളുകൾ തന്നെയാണ്. അപ്പൊ നമ്മൾ നെഗറ്റീവ് ആളുകളെ അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകളെ നമ്മളുടെ മനസ്സിൽ നിന്ന് മാറ്റി ക്ലിയർ ആയിട്ടുള്ള ഒരു വൈറ്റ് പേപ്പർ പോലെ നമ്മളെ മൈൻഡിനെ സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ചെയ്തു തീർക്കാനായിട്ട് പറ്റും. നമുക്കറിയാം, ഒരു നായ നമ്മളെ പുറകെ ഓടി വന്നാൽ, അല്ലെങ്കിൽ ഒരു പുലി നമ്മളെ കടിക്കാനായിട്ട് ആക്രമിക്കാനായിട്ട് വന്നാൽ നമ്മൾ തീർച്ചയായിട്ടും അവിടെ നിന്ന് കൊടുക്കില്ല, നമ്മൾ ഓടും. അതേപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ആളുകൾ ആണ് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ നിന്ന് അവരെ ഉപദ്രവിക്കാനൊന്നും നമ്മൾ പോകണ്ട. പക്ഷെ ആ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ മാറി നമ്മളുടേതായ രീതിയിൽ നടക്കുക എന്നുള്ളതാണ് കാര്യം. മനസ്സിനെ ഉപയോഗിക്കുക. നമുക്കറിയാം, ഒരു വയസ്സായ ഒരു അമ്മൂമ്മ, ഒരു 80 വയസ്സായ ഒരു അമ്മൂമ്മക്കിന്റെ കയ്യിൽ നമ്മുടെ പോലത്തെ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെന്ന് വിചാരിക്കുക. ആ അമ്മൂമ്മയ്ക്ക് ആകെ അറിയുന്നുണ്ടാവുക ചിലപ്പോൾ ആ ഒരു കോള് വന്നാൽ ആ പച്ച ബട്ടൺ അമർത്തണമെന്നും അല്ലെങ്കിൽ കോള് കട്ട് ചെയ്യണമെങ്കിൽ ആ റെഡ് ബട്ടൺ അമർത്തണം എന്ന് മാത്രമേ ചിലപ്പോൾ അമ്മാമ്മയ്ക്ക് അറിയുള്ളൂ. അപ്പോൾ ഒരു ദിവസം അമ്മാമ്മയുടെ പേരക്കുട്ടി വന്നിട്ട് അമ്മാമ്മയുടെ ഫോൺ എടുത്ത് കളിക്കുമ്പോൾ ചിലപ്പോൾ പണ്ടത്തെ അമ്മാമ്മയ്ക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാട്ട് എന്തോ അതിൽ പ്ലേ ആയി എന്ന് വിചാരിക്കാം. കടലിനക്കരെ പോണോരെ അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ട് പ്ലേ ചെയ്യുമ്പോൾ അമ്മാമ്മ ചോദിക്കും, അയ്യോ എൻ്റെ ഫോണിൽ ആ പാട്ട് ഉണ്ടായിരുന്നോ മോനെ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പറയും, ആ അമ്മാമ്മ യൂട്യൂബിലുണ്ടല്ലോ ആ പാട്ട്. അപ്പൊ ഏതാ മോനെ യൂട്യൂബ് എന്ന് വെച്ചിട്ട് അമ്മാമ്മയ്ക്ക് ആ കുട്ടിയെ യൂട്യൂബ് കാണിച്ചു കൊടുക്കുന്നു. പതിയെ പതിയെ അമ്മാമ്മ യൂട്യൂബ് നോക്കുന്നു, മറ്റ് ഐക്കണുകളൊക്കെ നോക്കുന്നു, മറ്റ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഇങ്ങനെ പഠിച്ച് പഠിച്ച് വരുന്നു. അപ്പം ഇതുപോലെയാണ് നമ്മളുടെ പല ആളുകൾക്കും നമ്മുടെ മൈൻഡ് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് അറിയില്ല. ഈ ഫോണ് പോലെ ചിലർക്ക് ചില കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. അപ്പം സന്തോഷിക്കുക, ദുഃഖിക്കുക, വിഷമിക്കുക, ചില കാര്യങ്ങൾ സന്തോഷിക്കുക, ഈ ഒരു കാര്യം മാത്രമല്ലാതെ നമ്മുടെ മൈൻഡിൽ ഒരു മൊബൈൽ ഫോൺ പോലെ ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടാവും, അതിനെ മാറ്റി നിർത്തുക. ഇഷ്ടപ്പെട്ട കുറേ ഇതുപോലത്തെ അമ്മൂമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പോലത്തെ പാട്ടുകൾ പോലെയുള്ള നമ്മളെ മനസ്സിന് സന്തോഷിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ആ കാര്യങ്ങളെയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കുക. കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ നമുക്കറിയാം, 2026 വരെയാണ്, പുതിയ വർഷം വരെയാണ്. ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് വലിയ മാറ്റങ്ങളായിട്ട് വരാം. നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ്, നിങ്ങളോട് ഞാൻ വീണ്ടും വീണ്ടും പറയണം, എനിക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ മടിയുണ്ട്. ഇത്രയും മൈൻഡ് കൂളായിട്ട് പോസിറ്റീവായിട്ട് കൊണ്ടുപോകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ്. എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യുക, രാവിലെ എഴുന്നേറ്റ് പാടന്നെ നല്ല തലേന്ന് രാത്രി തന്നെ നമ്മൾ കിടക്കുന്ന എടുത്ത് അവിടെ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവയ്ക്കുക. രാവിലെ എഴുന്നേറ്റ് ബെഡിലിരുന്ന് നമ്മുടെ ആ ഒരു ദിവസം നമുക്ക് തന്ന ദൈവത്തിനോട് നമ്മൾ നന്ദി പറയുക. ആ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. ഉണർന്ന പാടന്നെ എഴുന്നേറ്റ് ഓടി വരാതെ കാമായിട്ട് ഒരു 5 മിനിറ്റ് അവിടെ ബെഡിൽ തന്നെ ഇരുന്ന് ഒന്ന് സെറ്റായി വെള്ളമൊക്കെ കുടിച്ച് പതുക്കെ എഴുന്നേറ്റ് വരിക. നമുക്കറിയാം, നമ്മളെല്ലാവരും റൈറ്റ് ഹാൻഡ് കൊണ്ട് പല്ലേക്കുന്ന ആളുകളാണ് അല്ലെ. പല വീട്ടമ്മമാർക്കും ഉണ്ടാവും രാവിലെ എഴുന്നേറ്റെല്ലാം, അയ്യോ ഇന്ന് എന്താ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുക എന്നുള്ളൊരു ടെൻഷനൊക്കെ. അതായത് നമ്മൾ തലേന്ന് രാത്രി ഒരുപാട് മൊബൈലിലൊക്കെ കളിച്ച് നമ്മുടെ മൈൻഡിന്റെ ക്രിയേറ്റിവിറ്റി ഒക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പം നമ്മൾ ഈ റൈറ്റ് ഹാൻഡ് കൊണ്ട് ബ്രഷ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, സ്വാഭാവികമായിട്ട് നമ്മുടെ ലെഫ്റ്റ് ബ്രെയിൻ ആണ് വർക്ക് ചെയ്യുക. പക്ഷെ നമ്മുടെ റൈറ്റ് ബ്രെയിൻ ആണ് ക്രിയേറ്റിവിറ്റി ഒക്കെ കൊണ്ടുവരുന്ന ബ്രെയിൻ. അപ്പം നമ്മൾ പതിയെ എന്ത് ചെയ്യുക, നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് പല്ലേച്ച് ശീലിക്കാം. അപ്പം സ്ഥിരമായിട്ട് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് തേക്കണമെന്നല്ല, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ല. പക്ഷെ അതൊന്ന് എന്നും ചെയ്യുന്നതിൽ നിന്ന് മാറ്റിയിട്ടൊന്ന് നമ്മൾ ചെയ്ത് നോക്കുക. ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അത് നമ്മളിങ്ങനെ മനസ്സിൽ വയ്ക്കുക, ഈ ഒരാഴ്ച ഞാൻ എന്തായാലും ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് പല്ലേക്കുക. അത് ചെയ്യാം. ആദ്യം ബുദ്ധിമുട്ടുണ്ടാവും, സെക്കൻഡ് ഡേ കുറച്ച് ഈസിയാവും, തേർഡ് ഡേ കുറച്ചുകൂടി ഈസിയാവും, ഓക്കെ ആവും 7th ഡേ ആകുമ്പോഴത്തേക്ക്. പിന്നെ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, റൈറ്റ് ഹാൻഡ് കൊണ്ട് തേക്കുക. പിന്നെയും നെക്സ്റ്റ് വീക്കിൽ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് തേക്കുക. അല്ലെങ്കിൽ നമ്മൾ മോർണിംഗ് നൈറ്റ് അങ്ങനെ മാറ്റിയിട്ടൊക്കെ ചെയ്യുക. അതായത് നമ്മൾ ചെയ്തു വരുന്ന നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ മാറുന്നതോടുകൂടി തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ അറിയാത്ത ചേഞ്ചുകൾ വരും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഭയങ്കര ആഗ്രഹമുള്ള ഒരു സാധനമായിരുന്നു ഡ്രൈവ് ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ മൈക്കിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അത് ഞാൻ പറഞ്ഞല്ലോ, അതിനായിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ഞാൻ എടുത്ത് ഇപ്പൊ ഞാൻ അറ്റൻഡ് ചെയ്ത ഒരു EPS എന്ന് പറയുന്നത് ഇപ്പൊ ഫറൂഖ് കോളേജിലെ പ്രൊഫസർമാരൊക്കെ പങ്കെടുത്ത്, മീൻസ് അവരൊക്കെ പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള ഒരുപാട് ഡോക്ടേഴ്സും അഡ്വക്കേറ്റ്സും ഒക്കെ പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിന്റെ കൂടെയാണ്, 30 ആളുകൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിന്റെ കൂടെയാണ് ഞാൻ. അപ്പൊ ഞാൻ വിചാരിക്കുന്നത്, ഒരു സാധാരണ, അന്ന് ഞാനൊരു സ്കൂൾ ടീച്ചറായിരുന്നു,
സാധാരണ LP സ്കൂളിൽ പഠിപ്പിക്കുന്ന ഞാൻ ഇത്രയും വലിയ ആളുകളുടെ മുന്നിലേക്ക് അവർക്കൊക്കെ ഒരുപാട് കണ്ടന്റ് പറയാനുണ്ട്. ഞാൻ എന്താ ദൈവമേ അവിടെ പോയി പറയാന്ന് വിചാരിച്ചൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം മാറി ഇത്തരം ഒരു മാറ്റം എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ, ഒരു 1-2 വർഷം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ, തീർച്ചയായിട്ടും ഈ ഒരു ഡ്രൈവിങ്ങും എന്നെ കൊണ്ട് പറ്റുമെന്നുള്ള ഒരു സാധനം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഉള്ളിലുള്ള പേടി വളരെ പേടിയായിരുന്നു. പിന്നെ ചില സാഹചര്യങ്ങളുണ്ട് നമുക്ക് എന്താ നമ്മളെ നമ്മളൊരു സിനിമയിലെ ഡയലോഗ് ഉണ്ടല്ലോ, ഇൻസൾട്ട് ആണ് മുരളി സക്സസിലേക്കുള്ള ഒരു ഇതെന്ന് പറയുന്ന പോലെ തന്നെ നമ്മളൊക്കെ ഇതിൽ ഒരുപാട് 24/7 വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഈ ഓർഗനൈസേഷന്റെ. അപ്പം നമുക്ക് പല സാഹചര്യങ്ങളും എത്ര ഇക്വാലിറ്റി ഉണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ എന്ന് പറഞ്ഞാലും ഒരു ലേഡി എന്നുള്ള നിലയിലൊക്കെ നമുക്ക് ചില സമയങ്ങളിലൊക്കെ എന്താണ് ഒരു നമുക്ക് ഫേസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇന്നലെ രാത്രിയൊക്കെ ഞാൻ ഒരു 12:30 ഒക്കെ ആയിട്ടുണ്ട് വീട്ടിലെത്താൻ, ഒരു മണിയൊക്കെ ആയിട്ട്. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ നമ്മളൊരു പ്രോഗ്രാമിന് പോകുന്നത് ചിലപ്പോൾ നമ്മുടെ കൊളീഗ്സിന്റെ കൂടെ ആയിരിക്കും. അപ്പൊ എല്ലാ സ്ഥലത്തും ഹസ്ബൻഡ് വന്നോളുന്നില്ല. അപ്പം ആ സമയത്ത് നമ്മൾ അവിടെ എത്തുമ്പോൾ ആദ്യം ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യം, എങ്ങനെയാ വന്നേന്നാണ്. ആ ഒരു ചോദ്യം എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇൻസൾട്ടിങ് ആണ്. കാരണം ആരും ചോദിക്കുന്നില്ല എങ്ങനെയാണ് വന്നതെന്ന്. ചിലപ്പോൾ അവര് ഒരു ലേഡി എന്നുള്ള രീതിയിൽ എന്നെ കൺസേൺ ചെയ്യുന്നതായിരിക്കാം, ചിലപ്പോൾ അത് നെഗറ്റീവ് ആയിരിക്കാം. എന്തായാലും ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിട്ട് വളരെ എന്റെ മൈൻഡിൽ കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ നിന്നൊരു സാധനമാണ്. അതേപോലെ തന്നെ ഒരു പ്രോഗ്രാമിൽ ഒരു മിഡിൽ കഴിഞ്ഞാൽ ചോദിക്കും, അല്ല എങ്ങനെയാ പോകുന്നേ. അപ്പം ഈ ഈ ഒരു സാധനത്തിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് ഡ്രൈവിംഗ് എങ്ങനെയായാലും ഡ്രൈവിംഗ് പഠിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു സാധനം വരുന്നത്. ഇപ്പൊ ഇന്നലെ ഇപ്പൊ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് എൻ്റെ ഒരു കൊളീഗ് മെമ്പറിന്റെ കൂടെയാണ് ഞാൻ പോയത്. അപ്പം ഇവിടെ മാവൂര് എന്ന് പറയുന്ന ഒരു സ്ഥലം മുതൽ നമ്മുടെ രാമനാട്ടുകര വരെ ഒരു അധികം കിലോമീറ്റേഴ്സ് ഉണ്ട്. അത്രയും ഞാൻ 700 എന്ന് പറയുന്ന വണ്ടി രാത്രി ഈ ഒരു 12:30 ടൈമിൽ ഓടിച്ചു വന്നു. എനിക്ക് ലൈസൻസ് ഉണ്ട് എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു കോൺഫിഡൻസ്. പിന്നെ എന്താ, ഇത്രയും ആളുകളോട് അതൊരു മത്സരമല്ല കേട്ടോ, നമ്മൾ നമ്മളോട് തന്നെ മത്സരിക്കുകയാണ്. നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സാധനത്തിനെ ചെയ്ത് കാണിക്കണം എന്നുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യാനായിട്ട് എനിക്ക് പറ്റി. അപ്പോഴത്തന്നെയാണ് ഇന്ന് രാവിലെ ഒരു കോൺഫിഡൻസിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ് എടുക്കാനുള്ള അവസരം ഉണ്ടായിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ മനസ്സിനെ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ അപ്പൊ ഒരിക്കലും നമ്മൾ ഒരു ക്രൗഡിലേക്ക്, ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊരു EPS അറ്റൻഡ് ചെയ്യുന്നത് ഞാനല്ലാതെ 29 പേരും ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളായിരുന്നു. അപ്പൊ അവരിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ മോശമാണ് എന്ന് വിചാരിച്ച് നിന്നിരുന്ന എൻ്റെ ഒരു മൈൻഡ് സെറ്റ് തെറ്റായിരുന്നു എന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നുണ്ട്. കാരണം നമ്മൾ എവിടെ പോകുന്ന സമയത്തും നമ്മൾ യുണീക്ക് ആണെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതായത് ചില ആളുകൾക്ക് നല്ല കഴിവുകൾ ഉണ്ടാവും. IQ ലെവലുകളെല്ലാം എല്ലാവർക്കും ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മുടെ IQ ലെവലിന്റെ മാക്സിമം നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ പരിശ്രമം തന്നെയാണല്ലോ നമ്മളെ ഒരു അടുത്ത ലെവലിലേക്ക് എത്തിക്കുന്നത്. അപ്പം ഇപ്പൊ ഈ ഒരു ഡ്രൈവിംഗ് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ എനിക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റി. അപ്പൊ ഇത് എന്റെ ഒരു മൈൻഡിൽ ഈ ഡ്രൈവിംഗ് ഉള്ളത് കൊണ്ട്, ഡ്രൈവിംഗ് എന്ന് പറയുന്ന ഡ്രീം ഉള്ളത് കൊണ്ട് ഞാൻ എപ്പോഴും റോഡിലൂടെ ജെൻസ് വണ്ടി ഓടിക്കുന്നത് എന്റെ കണ്ണിൽ പെടാറില്ല. എവിടെ ലേഡീസ് വണ്ടി ഓടിക്കുന്നുണ്ട് അത് എന്റെ മൈൻഡിൽ വരാറുണ്ട്. നമ്മൾ റെഡ് കാർ തിയറി പറയുന്ന പോലെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഞാനൊരു ലേഡിയാണെന്നും എനിക്ക് ഡ്രൈവ് ചെയ്യണം എന്നുള്ള ഒരു സാധനം ഉള്ളത് കൊണ്ട് തന്നെ ഏത് കാറ് ലേഡീസ് ഓടിച്ചു പോകുമ്പോഴും എൻ്റെ കണ്ണുകളിൽ അത് പതിയാറുണ്ട്. അപ്പം അതേപോലെ നമ്മൾ ആഗ്രഹിക്കുക, നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റാത്തത് ആ സാധനത്തിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പം ഒരുപാട് ഭയത്തോട് കൂടിയിട്ട് ഇങ്ങനെ സ്റ്റക്കായി പോകുന്ന കുട്ടികളെയൊക്കെ നമ്മൾ കാണാറുണ്ട് കോളേജുകളിലും. ഇപ്പൊ ഈവൻ ഈ പറഞ്ഞ ഈ ഇലക്ഷനിൽ നിന്ന് ചേച്ചിമാരൊക്കെ ഒരുപാട് ചിലവരൊക്കെ കരഞ്ഞിട്ടുണ്ട്. ഹസ്ബൻഡിന്റെ നിർബന്ധം, എനിക്ക് ഈ പാർട്ടിയെ കുറിച്ചൊന്നും അറിയില്ല, ഹസ്ബൻഡിന്റെ നിർബന്ധം കൊണ്ട് വന്നതാണ്, പേഴ്സണലി അവർ സംസാരിക്കാറുണ്ട്. അപ്പൊ അവരൊക്കെ പക്ഷെ നല്ല കഴിവുള്ള, മുമ്പ് ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞ് ഒരുപാട് ഒരു 10-20 വർഷം വീട്ടമ്മയായിട്ട് നിന്നൊക്കെ ആളുകളാണ്, നല്ല കഴിവുള്ള ആളുകൾ. പക്ഷെ അവർക്ക് നമ്മൾ ഈ ഒരു കോൺഫിഡൻസ് കൊടുത്ത് എന്താ പറയാ അവരെ പ്രസംഗിക്കാൻ ഒരിക്കലും ഈ പ്രസംഗം എന്ന് പറയുന്നത് നമുക്ക് ചില ആളുകൾക്കൊക്കെ ഇൻഡെപ്ത് ആയിട്ട് ബർത്തിലൊക്കെ കിട്ടുന്ന ആളുകളുണ്ട്, ജന്മന കിട്ടുന്ന ചില സംസാരിക്കാൻ കഴിയുന്ന ചെറിയ, നമുക്കറിയാം 3ാം ക്ലാസ്സിൽ നമ്മുടെ സ്കൂളുകളിലൊക്കെ കണ്ടിട്ട് 3ലും 2ലും 4ലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അതിമനോഹരമായിട്ട് സംസാരിക്കുന്ന കാണാറുണ്ട്. അവർക്കൊക്കെ ചിലപ്പം ജന്മനാ കിട്ടിയൊരു വാസനയായിരിക്കാം. പക്ഷെ അതല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പരിശ്രമിച്ചാൽ നമുക്ക് ഇതെല്ലാം സാധിക്കും. അപ്പൊ ഈ ചേച്ചിമാരൊക്കെ ഇവര് സംസാരിക്കുന്നതൊക്കെ ഇപ്പൊ എല്ലാം സോഷ്യൽ മീഡിയയിലുള്ളതാണ്. അപ്പൊ അതിനൊക്കെ ലിങ്ക് അയച്ചു തരുന്ന സമയത്ത് കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഒരു
എന്താ പറയാ പ്രാക്ടീസിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത്. നമുക്ക് നമ്മുടെ ലൈഫ് സ്കിൽസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത്. നമ്മളോട് എപ്പോഴും പല ട്രെയിനേഴ്സും പറയുന്ന ഒരു സാധനമാണ് എന്ത്, നിങ്ങൾ 10 ഔട്ട് ഓഫ് 10 നിങ്ങളെ എപ്പോഴും റേറ്റ് ചെയ്യണം എന്നുള്ളൊരു സാധനം. നമുക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് എത്ര റേറ്റ് ചെയ്യണം എന്നുള്ളത്. ചില സമയത്ത് നമ്മൾ വിചാരിക്കും ഒരു 8 കൊടുത്താൽ അധികമാവോ, 8 ഉള്ള കഴിവ് എനിക്കുണ്ടോ, ഇനിയിപ്പോ 5 കൊടുത്താൽ വളരെ മോശമാവോ. പക്ഷെ നേരെ മറിച്ച് നമ്മളോട് നമ്മുടെ സുഹൃത്തിനോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോ ഒന്ന് റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മളൊക്കെ ഭയങ്കര എന്താണ്, നമുക്ക് ഒരു ടെൻഷനും ഇല്ല, പെട്ടെന്ന് നമുക്ക് റേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഹസ്ബൻഡിന് ഒരു 7 മാർക്ക് കൊടുക്കാം, ഫ്രണ്ടിന് നമുക്ക് അവർക്കൊരു 9 മാർക്ക് കൊടുക്കാം, അല്ലെ 6 മാർക്ക് കൊടുക്കാം. പക്ഷെ നമ്മളെ തന്നെ വിലയിരുത്താൻ നമുക്ക് എപ്പോഴും എന്താണ്, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എന്താണ്, നമ്മൾ എവിടെയാണ്, എപ്പോഴും നമ്മൾ മോശമാണോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിലെ ഏതൊരു, നമ്മുടെ JCIയുടെ ഒക്കെ ഒരു സ്ലോഗൻ ഉണ്ട്, ബി ബെറ്റർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഓരോ ദിവസവും നമ്മൾ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ, ഇപ്പൊ ഈ ബ്രഷ് ചെയ്യുന്നത് നമ്മൾ ഓപ്പോസിറ്റ് ചെയ്യാന്ന് പറഞ്ഞ പോലെ, ഇപ്പൊ നമ്മൾ ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന ആളുകളായിരിക്കും, ചിലപ്പം അത് കുറച്ചുകൂടെ എനിക്ക് നേരത്തെ ഉറങ്ങി ശീലിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതിന്റെ ഒരു 5 മിനിറ്റ് മുന്നേ എന്ത് ചെയ്യുക, ഒരു 12 മണിക്ക് ഉറങ്ങുന്ന ആളാണെങ്കിൽ കുറച്ചൊരു 5 മിനിറ്റ് മുന്നേ ഉറങ്ങാനായിട്ട്, 11:45 ഉറങ്ങുമെന്നും മൈൻഡ് സെറ്റ് ചെയ്ത് വെക്കുക, അതിനനുസരിച്ച് ഉറങ്ങാൻ ശ്രമിക്കുക. പിന്നെ കുറച്ചൊരു ഒരാഴ്ചയൊക്കെ അതിങ്ങനെ ഇതാക്കിയിട്ട് പിന്നെ അതൊരു 11:30 മാറ്റാം. അങ്ങനെ നമ്മൾ തന്നെ ചെറിയ 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 മാറ്റങ്ങൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരികയാണെങ്കിൽ തന്നെ നമുക്ക് എന്താക്കാനായിട്ട് പറ്റും, മാറ്റങ്ങൾ നമുക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. നമുക്കറിയാം, നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ ഒരു ആഗ്രഹം വരാതെ, നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കാതെ നമുക്ക് ഒരു കോൺഫിഡൻസും ഇവിടെ പുറത്തുനിന്ന് ഒരാൾക്ക് തരാനായിട്ട് പറ്റില്ല. നമ്മൾ മറ്റേ കോഴിമുട്ടയുടെ എക്സാമ്പിൾ പറയുന്ന പോലെ, ഒരു കോഴിമുട്ട നമ്മൾ പുറത്തു നിന്ന് പൊട്ടിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ലൈഫ് എൻഡ് ആവുകയാണ് ചെയ്യുന്നത്. ഒരു എക്സ്റ്റേണൽ മോട്ടിവേഷൻ മാത്രമാണ് അവിടെ നടക്കുന്നത്. പക്ഷെ നമ്മളുടെ ഉള്ളിൽ നിന്ന്, ഇപ്പൊ എനിക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ നിങ്ങളോട് സംസാരിക്കാൻ. കാരണം ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നാണ് ഈ ഒരു ഞാനൊരു സ്ട്രക്ചേർഡ് ആയിട്ടല്ല ഇത് നിങ്ങളോട് സംസാരിക്കുന്നത്. എനിക്കറിയാം, വെറും അൺഒഫീഷ്യലായിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, സാധാരണ ഒരാൾ സംസാരിക്കുന്ന പോലെ നിങ്ങളോട് സംസാരിക്കുന്നത്. പക്ഷെ അത് എനിക്ക് കോൺഫിഡൻസിന് യാതൊരു കുറവുമില്ല. കാരണം ഞാൻ പറയുന്നത് എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നാണ്. അപ്പൊ ഇന്നലെ ആ ഒരു ഡ്രൈവിംഗ് എനിക്ക് തന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത്, അല്ലെങ്കിൽ ഇത്രയും കുട്ടികളുടെ മുന്നിൽ ക്ലാസ് എടുക്കാൻ തന്ന കോൺഫിഡൻസ്, അതൊക്കെ എന്താ പറയാ, അതിൽ നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ എൻ്റെ ഒരു നെക്സ്റ്റ് വലിയ ഡ്രീം എന്ന് പറയുന്നത് ഇപ്പൊ നാഷണൽ ട്രെയിനർ ആവണം. ഇപ്പൊ നാഷണൽ ട്രെയിനർ ആവണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷ് എന്താണ് ക്ലാസ് എടുക്കാനായിട്ട് പറ്റണം. അപ്പം നമ്മൾ സ്കൂളിലൊക്കെ കുട്ടികളെ തട്ടിയും മുട്ടിയൊക്കെ ഇംഗ്ലീഷിലൊക്കെ നമ്മൾ ക്ലാസ് എടുക്കും. പക്ഷെ ഒരു ട്രെയിനർ ആവുമ്പോൾ അതിന്റെ ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് ലാംഗ്വേജ് നോളജ് വേണ്ടി വരും. അപ്പൊ ഇനി എൻ്റെ അടുത്തൊരു ഡ്രീം എന്ന് പറയുന്നത് അതാണ്, എങ്ങനെ നല്ല രീതിയിൽ. അപ്പൊ ആ ഒരു സാധനം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു കോഴിമുട്ട ഉള്ളിൽ നിന്ന് പൊട്ടി വരികയാണെങ്കിൽ നമുക്കറിയാം എന്താ, ഒരു ലൈഫ് അവിടെ ഉണ്ടാവുക ചെയ്യുന്നത്. പുറത്തുനിന്ന് പൊട്ടിക്കുമ്പോൾ ആ ലൈഫ് എൻഡ് ആവുക ചെയ്യുന്നത്. അതേപോലെ ഇപ്പൊ ആരെങ്കിലും ഒരാൾ എന്നോട് പറയാം, കവിത നിനക്ക് നാഷണൽ ട്രെയിനർ ആവണ്ടേ, എൻ്റെ ഒരു മെന്റർ പറയുകയാണെന്ന് വിചാരിക്കുക, മോൾ അതിനുവേണ്ടി ഇങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന മോട്ടിവേഷൻ എന്ന് പറയുന്നത് വെറും 7% ആണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതായത് നമ്മുടെ എക്സ്റ്റേണൽ മോട്ടിവേഷൻ. പക്ഷെ നേരെ മറിച്ച് നമ്മളുടെ ഉള്ളിൽ നിന്ന് എനിക്ക് തന്നെ തോന്നുക, എനിക്ക് എന്തായാലും 2026 നാഷണൽ ട്രെയിനർ ആവണം, അതിനുവേണ്ടി ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് കരുതി ഞാൻ സ്വയം മോട്ടിവേറ്റ് ആവുകയാണെങ്കിൽ 93% മോട്ടിവേഷൻ നമുക്ക് അതിൽ കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ആദ്യം നമ്മളെ മനസ്സിലാക്കുക, അത് എന്തൊക്കെയാണ് നമ്മുടെ നെഗറ്റീവ് സൈഡുകൾ എന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ചിട്ട് നമുക്ക് ഒരുപാട് എപ്പോഴും സ്മൂത്ത് ആയിട്ടൊന്നും പോകാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾക്ക് ഒരു അനുഭവം ഞാൻ പറയുകയാണ്. ഞാൻ ഈ EPS കഴിഞ്ഞ്, ഈ EPS എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു ലോക്കൽ ഓർഗനൈസേഷൻ നടത്തുന്ന പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് നമുക്ക് പരിചയമുള്ള ആളുകളൊക്കെ ആയിരിക്കും അതിലുണ്ടാവുന്ന മറ്റ് പാർട്ടിസിപ്പൻസ്. പിന്നെ നമ്മൾ സ്പീച്ച് ക്രാഫ്റ്റിലേക്ക് പോകുമ്പോൾ റെസിഡൻഷ്യൽ പ്രോഗ്രാം ആണ്. അപ്പൊ കുറച്ചും കൂടെ ചാപ്റ്റേഴ്സിൽ നിന്ന് ആളുകളൊക്കെ അവിടെ വരും. അപ്പം ഇതില് പ്രസംഗിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ബ്ലാങ്ക് ആയി പോകുന്ന ഒരു അവസ്ഥ ചില ആളുകളിൽ കണ്ടിട്ടുണ്ട്. അത് അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത ഒരാളാണ് ഞാൻ. അത് ബ്ലാങ്ക് ആവാൻ എനിക്ക് ഉണ്ടായ എൻ്റെ ഒരു കോൺഫിഡൻസിന് താഴ്ത്തിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പോവായിരുന്നു, ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പ്രസംഗിക്കുന്ന ഒരു സമയമാവുന്ന സമയത്ത് നമുക്ക് ഇതില് നമ്മുടെ മീൻസ് പാസ്റ്റ് ലീഡേഴ്സോ അങ്ങനെയുള്ള ആളുകൾ വരുന്ന സമയത്ത് നമുക്ക് ചെയർ റെക്കഗ്നേഷൻ വിളിച്ചു പറയും അവിടുന്ന്. ഇപ്പൊ ട്രെയിനർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ചെയർ റെക്കഗ്നൈസ് ദ പ്രസൻസ് ഓഫ് പാസ്റ്റ് EVP JCI ഫിലിപ്പസ്ട്രി പാറ്റേൺ അഫ്സൽ ബാബു സാർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു പഴയ EVP ഉണ്ട്.
അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ സമയത്ത്, കാരണം ഇദ്ദേഹവുമായി ഞാൻ നന്നായിട്ട് കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു, പക്ഷെ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. പെട്ടെന്ന് ഞാൻ പുറകോട്ട് നോക്കുന്നുമില്ല, നോക്കാനുള്ള ധൈര്യവുമില്ല. ഇദ്ദേഹം ബാക്കിൽ വന്നിട്ടുണ്ട് എന്നുള്ള ഒരൊറ്റ ഇതിൽ കൊണ്ട് എൻ്റെ എല്ലാ കോൺഫിഡൻസും താഴോട്ട് പോയി. എന്നെ പ്രസംഗിക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് വിളിക്കുന്നു. ഞാൻ ബ്ലാങ്ക് ആയി എന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ നിങ്ങളുടെ ശബ്ദം വരുന്നില്ല. അങ്ങനെ ആ ഒരു ഓഡിയൻസ് മൊത്തം നമ്മളെ എൻകറേജ് ചെയ്യാണ് ചെയ്യുന്നത്. യു ക്യാൻ ഡു ഇറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എൻകറേജ് ചെയ്ത്. പക്ഷെ എനിക്ക് ആ ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അത്. അപ്പോൾ ആ സ്റ്റേജിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ മാറി 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 വന്നത്. പിന്നെ എൻ്റെ സെഷൻ അവർ ആഫ്റ്റർനൂണിലേക്ക് പോസ്റ്റ്പോൺ ചെയ്യാനുണ്ടായത്. അപ്പോൾ ഒരു ബ്രേക്ക് ടൈമിൽ ഈ അഫ്സൽ ഖാൻ എന്ന് പറയുന്ന ആൾ എൻ്റെ അടുത്ത് നേരിട്ട് വരികയും എന്നോട് സംസാരിക്കുകയും കവിത പേടിക്കേണ്ട, പറ്റും എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം തന്ന ഒരു കോൺഫിഡൻസിലാണ് പിന്നെ ആഫ്റ്റർനൂണിൽ ഞാൻ ആ ഒരു സ്പീച്ച് കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പം ഇതെല്ലാം നമ്മുടെ മൈൻഡ് സെറ്റാണ്. മൈൻഡിനെ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എന്താണ് മെയിൻറ്റെയിൻ ചെയ്യുക. നല്ല രീതിയിൽ നല്ല നമ്മൾ ചെടികൾ വളർത്തുന്ന പോലെ നല്ല എന്താണ് വെള്ളവും വളവും ഒക്കെ കൊടുത്ത് വളർത്തുന്ന പോലെ നല്ല നല്ല കാര്യങ്ങൾ ആ മൈൻഡിലേക്ക് എടുക്കുക. നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഇന്നലെ ഡ്രൈവ് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മെമ്പറോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇങ്ങനെ ചെയ്തു പോവുക. ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയാ, ചേട്ടാ നമുക്ക് വിചാരിച്ചാൽ നടക്കാത്ത ഒന്നുമില്ല അല്ലേ എന്ന്. കാരണം എനിക്ക് അത്ഭുതമാണ്, ഞാൻ ഈ 700 പോലത്തെ ഒരു വലിയ വണ്ടി ഡ്രൈവ് ചെയ്ത് ഇത്രയും കിലോമീറ്റർ വരിക എന്ന് പറയുമ്പം നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഒരു സെൽഫ് റെസ്പെക്ട് തോന്നുകയാണ് നമുക്ക്. ഇനി ഞാൻ ഭയങ്കര ഓവർ എക്സൈറ്റഡ് ആണ്. കാരണം ഇനിയുള്ള ഒരു പ്രോഗ്രാമിലേക്ക് ഡ്രൈവ് ചെയ്ത ആളുകളുടെ മുന്നിൽ പോവാം. ആരും ചോദിക്കൂലല്ലോ എങ്ങനെയാ വന്നത്, ആരുടെ കൂടെയാ വന്നത്, എങ്ങനെയാ പോകുന്നത്, ആരുടെ കൂടെയാ പോകുന്നത് എന്നുള്ളത്. അപ്പൊ ഇതെല്ലാം എനിക്കിത് വലിയൊരു സംഭവമാണ് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. രാത്രി 12:30 നടന്നൊരു സംഭവം ആയതുകൊണ്ട് ആദ്യമായിട്ട് ഞാൻ ഇത് ഷെയർ ചെയ്യാൻ കാണുന്ന ഓഡിയൻസ് നിങ്ങളായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇത് ഷെയർ ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ആയിരിക്കാം. അപ്പൊ വലിയ സന്തോഷം എനിക്ക് നിങ്ങളെ പോലെയുള്ള ആളുകളുടെയൊക്കെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. നമ്മൾ അറിയാത്ത കുറെ ആളുകളോട് ഇങ്ങനെ, അപ്പൊ ഇങ്ങനത്തെ കുറെ നെഗറ്റീവ് ഇതുകൾ വരും. നമുക്കറിയാം, നമ്മൾ ജിറാഫ് പ്രസവിച്ചു കഴിഞ്ഞാല് കുട്ടികളെ ചവിട്ടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് തോന്നും, അയ്യോ എന്താണ്, ഇപ്പൊ ആ ഒരു സ്പീച്ച് ക്രാഫ്റ്റിന്റെ സമയത്ത് എനിക്ക് എന്റെ പ്രസംഗം അവിടെ ബ്ലോക്ക് ആയ പോലെ തന്നെ. പക്ഷെ അതെന്ന് പറയുന്നത് അങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങളൊക്കെ നമുക്ക് വരും. അപ്പൊ ജിറാഫ് കുട്ടീനെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ലല്ലോ ചവിട്ടുന്നത്. അതെന്താ, ആ ഒരു കിക്ക് കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ് ആ കുട്ടി ആദ്യം ഒന്നും ആ വേദനയിൽ ഇങ്ങനെ ഇതാവും, പിന്നെയും കിക്ക് ചെയ്യും. അങ്ങനെ കിക്ക് ചെയ്തിട്ടാണ് ആ ജിറാഫിന്റെ കുട്ടി പതുക്കെ എഴുന്നേറ്റ് പിന്നെ മെല്ലെ മെല്ലെ നടന്നു പോകുന്നത്. അപ്പൊ ഇതുപോലെയുള്ള കിക്കുകളൊക്കെ നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വെക്കുക. അല്ലാതെ ഒരു നെഗറ്റീവ് സാധനം നമ്മുടെ മനസ്സിൽ കയറുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. പിന്നെ നമുക്ക് ചില സമയത്തൊന്നും എല്ലാ കാര്യങ്ങളൊന്നും എല്ലാവർക്കും അറിയുന്നതൊന്നും ആവില്ല. നമുക്ക് ഒട്ടും അറിയാത്ത വിഷയങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലാത്തൊക്കെ സാഹചര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോകേണ്ടതായിട്ട് വരും. ആ സമയത്ത് നമ്മൾ അത് മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക എന്നുള്ള ഒരു സാധനമെങ്കിലും നമ്മൾ ചെയ്യുക. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നല്ല സ്മൈലോട് കൂടിയിട്ട് ഒരു പ്രോഗ്രാമിന് അല്ലെങ്കിൽ ഒരു പബ്ലിക്കിന്റെ മുന്നിലേക്ക് നമ്മളെ തന്നെ പ്രസന്റ് ചെയ്യുക. ഉള്ളിൽ ചിലപ്പോൾ നമ്മൾ പൊട്ടിക്കരയും ടെൻഷൻ അടിക്കുന്നൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഒരു പബ്ലിക്കിന്റെ മുന്നിൽ എപ്പോഴും നല്ല ചിരിയോടുകൂടി നിൽക്കുക. അതേപോലെ തന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജ് നല്ല നിവർന്ന്, ഒരിക്കലും നമ്മളെ ഇങ്ങനത്തെ ഒരു രീതിയിൽ നിന്നാൽ തന്നെ നമുക്കൊരു നെഗറ്റിവിറ്റിയാണ്. പക്ഷെ നല്ല ബോൾഡായിട്ട് നിൽക്കുക. ആ ഒരു ബോഡി നമ്മൾക്ക് ഈ ട്രെയിനിങ്ങിലൊക്കെ നമ്മൾ പറയുന്നത് ബോഡി ലാംഗ്വേജ്, ഐ കോണ്ടാക്റ്റിനൊക്കെ വളരെ പ്രധാനം. കണ്ണുകളിൽ നോക്കിയിട്ട് സംസാരിക്കുക. അതേപോലെ തന്നെ നമ്മൾ കണ്ടിട്ട് പല ആളുകളും പേടിച്ചിട്ട് ഏതൊരു പ്രോഗ്രാമിന് പോലും ബാക്ക് സീറ്റിലൊക്കെ പോയിരിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മുന്നിലെ സീറ്റിൽ പോയിട്ട് എപ്പോഴും മുൻനിരയിൽ പോയിട്ട് ഓവർ കോൺഫിഡൻസ് അല്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കോൺഫിഡൻ്റ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടി മുൻനിരയിലൊക്കെ പോയിരിക്കുക, എല്ലാവരോടും ചിരിച്ച് സംസാരിക്കുക, നല്ല ബോഡി ലാംഗ്വേജ് കൊടുക്കുക. ആളുകൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന സമയത്ത് നല്ല മുതിർന്ന ആളുകളൊക്കെയാണ് എഴുന്നേറ്റ് നിന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക. നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് പോസിറ്റിവിറ്റി കൊണ്ടുവരിക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശീലിച്ചാൽ നമുക്കറിയാം, എനിക്ക് തോന്നുന്നു ഈ ഒരു ഇതിൽ തന്നെ ഞാൻ പണ്ട് കോക്രോച്ച് തിയറി പറയുന്ന ഒരു തിയറി എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ അതാരും കേട്ടിട്ടില്ലെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ഗൂഗിളിന്റെ CEO ആയിട്ടുള്ള സുന്ദർ പിച്ചെ കൊണ്ടുവന്നിട്ടുള്ള ഒരു തിയറിയാണ്. അദ്ദേഹം അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമ്മുടെയൊക്കെ ലൈഫിൽ പ്രോബ്ലംസ് വരും. ആ പ്രോബ്ലംസിനെ നമ്മൾ
എങ്ങനെ അതിനോട് എന്താണ് പ്രതികരിക്കുന്നു എന്നുള്ളിടത്താണ് നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളത്. അപ്പം അദ്ദേഹം അതിൽ പറയുന്നത് നമുക്ക് കോക്രോച്ച് തിയറിയിൽ നമുക്കൊരു പ്രോബ്ലം വരുന്ന സമയത്ത് രണ്ട് രീതിയിൽ അതിനോട് നമുക്ക് പ്രതികരിക്കാനായിട്ട് സാധിക്കും. നമ്മളുടെ പോലെയുള്ള സാധാരണ ഒരു 95% ആളുകളും അതിനോട് പ്രതികരിക്കുന്ന രീതി എന്ന് പറയുന്നത് എന്താണ്, റിയാക്ഷൻ ആണ്. റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ആ ഒരു പ്രശ്നം എസ്കലേറ്റ് ചെയ്ത് വലിയ പ്രശ്നത്തിലേക്ക് പോയി വലിയ നെഗറ്റിവിറ്റി സ്പ്രെഡ് ആവുകയാണ് ചെയ്യുക. നേരെ മറിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു പ്രോബ്ലം വന്നു, ആ പ്രോബ്ലത്തിനോട് നമ്മൾ റെസ്പോൺസ് ആണ് ചെയ്യുന്നത്. കാരണം നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യണം. ഇവിടെ ഒരു ഇഷ്യൂ വന്നു. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ബ്ലോക്ക്, നമുക്ക് ഇവിടെ ഒന്നാമത് ഇവിടെ നാഷണൽ ഹൈവേ ബൈപ്പാസ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് ബ്ലോക്കാണ് കോഴിക്കോട് ഏരിയയിലൊക്കെ എപ്പോഴും. അപ്പം ഈ ബ്ലോക്കിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് അരമണിക്കൂറൊക്കെ ബ്ലോക്കിൽ നിൽക്കേണ്ട സാഹചര്യങ്ങൾ വരാറുണ്ട്. അപ്പൊ ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ആയാലും ഹസ്ബൻഡ് ആയാലും ഒക്കെ നമ്മൾ അവരവരുടെ ഫ്രസ്ട്രേഷൻ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാലോ. ഇപ്പൊ റോഡ് പണിക്കാരെ, സർക്കാരിനൊക്കെ നല്ല നല്ല വാക്കുകൾ ഉപയോഗിച്ചിങ്ങനെ ഉപമിക്കും. അപ്പം ഞാൻ ചില സമയത്ത് വിചാരിക്കാറുണ്ട്, നമ്മളിപ്പോ ഈ ഇത്രയും ഒരു നെഗറ്റീവ് കാര്യം അവിടെ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. സർക്കാർ ഇത് കേൾക്കുന്നില്ല. അല്ല, ഇപ്പൊ ഹൈലൈറ്റ് മാളിന്റെ മുന്നിലാണെങ്കിൽ ഹൈലൈറ്റ് മാളിലത്തെ ആൾക്കാർ ഇത് കേൾക്കുന്നില്ല. ഇപ്പൊ ലുലു മാളിന്റെ മുന്നിലാണ് ബ്ലോക്ക് വെച്ചാൽ അവര് കേൾക്കുന്നില്ല. നമ്മളുടെ എനർജി കളയാന്നല്ലാതെ അതുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം അതൊരു റിയാലിറ്റിയാണ്. ഇപ്പൊ മുന്നിലുള്ള 10-100 വണ്ടികൾ അല്ലെങ്കിൽ 10-50 വണ്ടികൾ പോയാലേ എന്റെ വണ്ടി എടുക്കാൻ പറ്റൂ എന്നുള്ളൊരു റിയാലിറ്റിയാണ്. അപ്പൊ അത് നമ്മുടെ ഒരു ലൈഫിൽ, നമ്മളൊരു ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ അപ്പം ഫേസ് ചെയ്യേണ്ട ഒരു കുഞ്ഞു പ്രോബ്ലം ആണ്. ആ പ്രോബ്ലത്തിനെ നമ്മൾ റിയാക്ട് ചെയ്ത് വെറുതെ കുറെ നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ പ്രഷർ കൂട്ടുന്നതിന്റെ ഒക്കെ അപ്പുറത്തും ആ റിയാലിറ്റിയെ മനസ്സിലാക്കി നമുക്ക് പെട്ടെന്ന് പോകേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും അതിനോട് റെസ്പോണ്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നല്ലൊരു പാട്ട് ഇട്ടിട്ട് കേൾക്കാം കാറിൽ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് വിളിച്ച് സംസാരിക്കാം. അങ്ങനെ ആ ഒരു സിറ്റുവേഷനെ നമ്മൾ എന്ത് ചെയ്യുക, പോസിറ്റീവ് സിറ്റുവേഷൻ ആക്കി മാറ്റാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ്. വീണ്ടും ഞാൻ പറയുകയാണ്, ഒരു ട്രെയിനറായിട്ടൊന്നും ഇനി നിങ്ങൾ കാണണ്ട, ഒരു അനിയത്തിയായിട്ടോ ഒരു സുഹൃത്തായിട്ടൊക്കെ കാണുക. ഞാൻ വെൽ പ്രിപ്പയർഡ് അല്ല, ഞാൻ അങ്ങനെ ഒരു മൊഡ്യൂൾ വെച്ചിട്ടില്ല. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഈവൻ നമ്മുടെ അജിഷ മാം എന്നോട് ഏത് ടോപ്പിക്കാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് പോലും അജിഷ മാമിന് ഇഷ്ടമുള്ള ഒരു ടോപ്പിക് ഇട്ടോളൂ, ഞാൻ അപ്പം എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയാന്നുള്ളതാണ്. സോ വീണ്ടും വീണ്ടും ഇങ്ങനെ നിങ്ങളുടെ ഒരു നല്ലൊരു കൂട്ടായ്മയിലേക്ക് നമ്മളെയൊക്കെ വിളിച്ചതിനുള്ള നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ കവിത മാം, താങ്ക് യു സോ മച്ച് ഫോർ ദി സെഷൻ. ഒരു പോസിറ്റീവായിട്ട് സിമ്പിളായിട്ട് നല്ലൊരു പ്രസൻറ്റേഷൻ, നല്ലൊരു വൈബ് നമുക്ക് മോർണിംഗ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. സോ ടീം മെമ്പേഴ്സ്, അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കിംഗ് ടൈമാണ്. അപ്പോൾ ആരാണ് ഫസ്റ്റ് പറയുന്നത്? നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. ഒരുപാട് ആളുകൾക്ക് പല കാര്യങ്ങളും ഇതിൽ പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലെ മണി സാറ്? ട്രെയിനിങ് എങ്ങനെയാണെന്നും, എങ്ങനെയാണ് ട്രെയിൻ ചെയ്യണമെന്നും, എങ്ങനെയാണ് ക്ലാസ് എടുക്കേണ്ടതെന്നും, എങ്ങനെയാണ് കോൺഫിഡൻസ് വരേണ്ടതെന്നും വളരെ കൃത്യമായി ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ? ആ ഒരു നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മാമിന്റെ ആ പ്രസന്റേഷൻ, കൈകൊണ്ടുള്ള ആദ്യം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം വെച്ചാല് ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണല്ലോ. അപ്പൊ എന്തായാലും അത് വളരെ കൃത്യമായി വായിച്ചിട്ടുണ്ട്. നന്നായിട്ടുണ്ട് പ്രസന്റേഷൻ, അതിലൊരു സംശയം വേണ്ട. പിന്നെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിനാണ്. പിന്നെ എനിക്കൊക്കെ അറിയാം, ഞാന് ഈ ഹിപ്നോസിസ് പഠിച്ച ഒരാളാണ്. അപ്പൊ 1ാമത്തെ ലെവല് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞ എന്താ പറയാ, അതൊക്കെ അവർക്കുള്ളതാണ്, നമുക്കുള്ളതല്ലാതെ. നമുക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല. 2ാമത്തെ ലെവല് കഴിഞ്ഞപ്പോ പറഞ്ഞു, നോക്കാം, എവിടെങ്കിലൊക്കെ ചാൻസ് കിട്ടട്ടെ, അപ്പൊ നോക്കാം. ചാൻസ് കിട്ടുമോ? ഒരിക്കലും കിട്ടൂല. 3ാമത്തെ ലെവല് കഴിഞ്ഞപ്പോഴാണ് 1ാമത്തെ ലെവല് പ്രാക്ടീസ് ചെയ്യുന്നത്. 4ാമത്തെ ലെവല് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ചെയ്യാം, തരക്കടില്ല, നമുക്കൊക്കെ പറ്റും എന്ന്. അപ്പൊ കുറച്ചൊക്കെ മോട്ടിവേഷൻ പുറത്തുനിന്നും, കുറച്ച് മോട്ടിവേഷൻ ഉള്ളിൽ വേണം. ശരിക്കും ആഗ്രഹം ഉള്ളിൽ വേണം. ഞാൻ ചെയ്യണം, എനിക്ക് കഴിയും എന്നുള്ള മോട്ടിവേഷൻ ഉണ്ടായാലേ നമ്മൾ ചെയ്യുള്ളൂ. അതല്ലാതെ പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞു വെച്ചിട്ട് നമ്മൾ അവർ ചെയ്യൂല എന്നുള്ളേക്ക് തെളിവുണ്ടല്ലോ അല്ലേ സാറ്? ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു റസാഖ് സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അടുത്ത വരെ സംസാരിക്കുന്നത് Good morning. കേട്ടോ രഞ്ജിത്ത് സർ.
താങ്ക് യു സോ മച്ച് മാം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ടോട്ടലി എഗ്രി ആണ് ഞാൻ. എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അത് കറക്റ്റാണെന്ന് പറയാൻ കാരണം ഞാൻ എൻ്റെ കൂടെ എൻ്റെ സ്കൂളിൽ എൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു പുള്ളിക്കാരനുണ്ടായിരുന്നു. വളരെയധികം ഇൻട്രോവേർട്ടും ഒരു ബാക്ക് ബെഞ്ചറും ആയിരുന്ന പുള്ളി ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ മലയാളി അസോസിയേഷനിലും മറ്റുമൊക്കെ ഈ സ്റ്റാൻഡപ്പ് കൊമേഡിയനായിട്ട് പുള്ളി പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളി എനിക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എനിക്ക് നേരിട്ട് അറിയാവുന്നത് കാരണം എനിക്ക് പറയാൻ പറ്റും, നമ്മൾ പ്രാക്ടീസും ഒരല്പം വേണമെന്നൊരു തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന സംഗതി തന്നെയാണ്. അത് ആർക്കും പറ്റുന്ന ഒരു സംഗതിയാണെന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ ടോട്ടലി ഞാൻ അഗ്രി ചെയ്യാണ്. പിന്നീട് ഈ പബ്ലിക് സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യാവുന്നവർക്ക് ഇപ്പം നാഷണൽ ജെസ്സി ഇൻ്റർനാഷണൽ പോലുള്ള സംഗതികൾ ചെയ്യുന്നതിൽ പറഞ്ഞപ്പോൾ എനിക്ക് വന്നൊരു ഇൻഫർമേഷൻ, അതായത് ഒരു CV എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്, MyCV എന്ന് പറഞ്ഞാൽ. അത് പെയ്ഡ് ആപ്പാണ്. അതിൽ നമുക്ക് ഇതുപോലുള്ള സ്പീച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ്. താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാൻ തോന്നുന്നു. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള അത് തന്നെ നമ്മുടെ കറക്റ്റ് ചെയ്ത് തരുന്ന ഒരു ആപ്പാണ്. എല്ലാവർക്കും ഇത് താല്പര്യമുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും തോന്നുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു രഞ്ജിത്ത് സർ. അടുത്തത് ആരാ സംസാരിക്കും? നിങ്ങൾ പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്യോ. ഗുഡ് മോർണിംഗ് മാജിക് മോർണിംഗ് കവിത സർ. മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. നല്ല പീസ്ഫുൾ ആയിട്ട് നല്ല ഒഴുക്കോട് കൂടിയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. വളരെ ലളിതമായ രീതിയിൽ നമുക്ക് എങ്ങനെ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാനും നമ്മളെ ബിലീഫ് സിസ്റ്റം, നല്ല സെൽഫ് അവയർനെസ് എല്ലാം കൊണ്ടുവന്നിട്ട് നല്ല ഒരു ഏത് സ്റ്റേജിലും അല്ലെങ്കിൽ ഏത് വേദിയിലും നമ്മളൊന്ന് കോൺഫിഡൻസോട് കൂടി നിൽക്കാനും കുറച്ച് വാക്കുകൾ സംസാരിക്കാനും നമുക്ക് കഴിയാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു അത് ബൂസ്റ്റപ്പ് ചെയ്യാൻ നമ്മളെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ക്ലാസ്സാണ് ഉണ്ടായത്. സ്വന്തം ജീവിതാനുഭവങ്ങൾ ചേർത്തിട്ട് അത് നമ്മളുടെ മുന്നിൽ എത്തിച്ചതിനും വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. മാജിക് മോർണിംഗ്. കേൾക്കാമോ? കേൾക്കാം സർ, പറഞ്ഞോളൂ. മാം, ഞങ്ങൾ 2 കോഴിക്കോട്ടുകാരുണ്ട്. ഞാനും മണിയും. കോഴിക്കോട്ടുകാരെ തെരഞ്ഞെടുക്കണ്ട. ഓക്കെ. പിന്നെ മാം എന്താ ഗുരുവായൂരപ്പല്ല എന്ന് പഠിച്ചേ? അല്ല സർ, ഞാൻ അവിടെ ക്ലാസ് എടുക്കാറാണ്. പഠിച്ചത് ഞാൻ NSSലാണ്. വീട് ഇവിടെ രാമനാട്ടുകരയാണ്. വർക്ക് ചെയ്യുന്നത് തൊണ്ടയാട് ഡോക്ടർ നിസാർസ് ഇന്റർവെൻഷണൽ റേഡിയോളജി സെന്റർ ഉണ്ട്. അവിടുത്തെ HR മാനേജറാണ്. മലപ്പുറത്തും ഉണ്ട്. മലപ്പുറമാണ് മെയിൻ ഹോസ്പിറ്റല്. ഒരു ബ്രാഞ്ച് തൊണ്ടയാടാണ്. തൊണ്ടയാട് മൈജിന്റെ മുമ്പിലായിട്ട് വരുന്നത് അല്ലേ? നമ്മുടെ സർവീസ് റോഡിലെ എജുമാർട്ട് കഴിഞ്ഞ് ലാൻഡ്മാർക്കിന്റെ ബിൽഡിംഗ് കഴിഞ്ഞ് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ബിൽഡിംഗില് ഗ്രൗണ്ട് ഫ്ലോറില് സർവീസ് റോഡില്. മലപ്പുറത്ത് നമ്മുടെ കോട്ടപ്പടി മൈജീന്റെ ഒക്കെ അടുത്ത് മെഡിമാൾ ഉണ്ട്. ഒരു മാളാണ്. ആ മാളില് മുഴുവൻ അറിയാലോ, KMCTന്റെ ഇതുണ്ട്, അസ്റ്റർ മിംസ് ഉണ്ട്. അവിടെ ഒരു ഫ്ലോർ മൊത്തം നമ്മുടെ എന്നാണ് ഇന്റർവെൻഷണൽ റേഡിയോളജിയാണ്. നമുക്കറിയാലോ, പണ്ടൊക്കെ നമുക്ക് തൈറോയിഡ് മുഴകളൊക്കെ വന്നാൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് കളയുക ചെയ്യുക. ഇപ്പൊ എല്ലാം പിന്നെ അതിനുശേഷം നമുക്ക് ഇത് വന്നു, കീഹോൾ ശസ്ത്രക്രിയകൾ വന്നു. ചെറിയൊരു ദ്വാരൊക്കെ ഇട്ടിട്ട് താക്കോൽ ദ്വാര ശസ്ത്രക്രിയകൾ. ഇപ്പം പിൻഹോളാണ്. അതായത് നമ്മുടെ തൈറോയിഡ് മുഴകളിലൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു സിറിഞ്ച് വെച്ചിട്ട് മരുന്ന് കയറ്റി ആ മുഴകളെ നമ്മൾ കരിച്ചു കളയുന്ന രീതിയാണ്. അത് ഗ്രാജ്വലി ഒരു മാസം 2 മാസം കൊണ്ടൊക്കെ മുഴ കരിഞ്ഞു പോവുക ചെയ്യുക. അത് ഗർഭപാത്രത്തിലെ മുഴകള് എല്ലാം ഇപ്പൊ അങ്ങനെയാണ് ചെയ്യുക. അതായത് ഒരു ക്യാൻസർ സ്റ്റേജിലല്ലാത്ത എല്ലാ മുഴകളും അങ്ങനെ പിൻഹോൾ ട്രീറ്റ്മെന്റിൽ ചെയ്യും. പിന്നെ അതുപോലെ നമ്മൾ കൂടുതലും ചെയ്യുന്നത് വെരിക്കോസ് വെയിൻ ആണ്. വെരിക്കോസ് വെയിന് 2 ട്രീറ്റ്മെന്റ് ആണ്. ലേസർ ട്രീറ്റ്മെന്റ് ഉണ്ട്. ലേസർ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ നമുക്ക് എല്ലാം ഒരു അരമണിക്കൂർ പ്രൊസീജിയറേ ഉള്ളൂ, മാക്സിമം 1 അവർ. നമ്മൾ ഒരു പല്ല് പറിക്കാൻ വരുന്ന പോലെ ആളുകൾക്ക് വരാം, ചെയ്തിട്ട് പോവാം. ഈ ലേസർ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ നമ്മൾ ഇത് പോയാൽ 6 മാസം സോക്സ് ഇട്ട് നടക്കണം. പിന്നെ ഒരു ഗ്ലൂ ട്രീറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ലേസർ ആകുമ്പോൾ ഒരു 40,000 to 50,000 റേഞ്ച് ആണ്.
ഗ്ലൂ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ലോകത്തിൽ ഒരേ ഒരു അമേരിക്കൻ കമ്പനിയാണ് ആ ഗ്ലൂ ഇറക്കുന്നത്. അവർക്ക് മാത്രമേ പാറ്റന്റ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് വളരെ കോസ്റ്റ്ലിയാണ്. ഒരു ചെറിയ ബോട്ടിലാ, കുഞ്ഞി കുപ്പിയാ, അതിലുള്ള ഗ്ലൂ ആണ് നമ്മൾ കയറ്റുക. അതിനൊരു 1,20,000 എന്താ, കാരണം 1,00,000 തന്നെ, 1,10,000 എങ്ങാനും ആ ഗ്ലൂവിന്റെ വിലയാണ്. ഈ ഒരു ഗ്ലൂ നമ്മുടെ വെരിക്കോസ് വെയിനിലേക്ക് ഇതുപോലെ ഒരു പൈപ്പ് പോലത്തെ ഒരു സാധനം ഇട്ടിട്ട് നമ്മുടെ വെയിന്റെ ഉള്ളിലൂടെ കയറ്റിയിട്ട് നിവർത്താണ്. ചുരുങ്ങി കിടക്കുന്ന വെയിനൊക്കെ നിവർത്തി പശ വെച്ച് ഒട്ടിക്കുകയാണ്. പക്ഷെ അത് ലൈഫ് ലോങ് പിന്നെ വരില്ല. ഒരു 1.25 ലക്ഷം നമ്മൾ സ്പെൻഡ് ചെയ്താലും അത് പിന്നെ വെരിക്കോസ് വെയിൻ വരില്ല. ഇപ്പൊ ഒരുപാട് ആളുകൾക്ക് ആ ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ ടെക്സ്റ്റൈൽസിലൊക്കെ നിൽക്കുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഇരിക്കാൻ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പം ഒരുപാട് അങ്ങനത്തെ ക്ലയൻസാ, മീൻസ് പേഷ്യൻസാ നമുക്ക് വരുന്നത്. ഇവിടെ ഇന്റർവെൻഷണൽ റേഡിയോളജി മാത്രം. മലപ്പുറത്തുള്ളത് നമുക്ക് മലപ്പുറത്ത് ആദ്യത്തെ കാർഡിയാക് CT, MRI, ഡെക്സ, മാമോഗ്രാം പോലെയൊക്കെയുള്ള സ്കാനിങ്ങിൻ്റെതും ഉണ്ട്, ഇന്റർവെൻഷണൽ റേഡിയോളജി ഉണ്ട്. പലർക്കും അറിയില്ല ഇതിനെ കുറിച്ചൊന്നും. ഞാൻ മലപ്പുറത്താ അതുകൊണ്ട് ചോദിച്ചാ. അത് ശരി, അത് ശരി. കാരണം ഓപ്പറേഷൻ ചെയ്താൽ നമുക്ക് അറിയാലോ അതിന്റെ അനുസരിച്ചുള്ള റെസ്റ്റുകള്, മുറിവ് ഉണങ്ങാത്ത, ചിലവർക്ക് മുറിവ് പഴുക്കുന്നത്, അങ്ങനത്തെയൊക്കെ കുറെ കാര്യം. ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. കുറച്ച് പൈസ ഉണ്ടെങ്കിൽ, കാരണം നമുക്ക് ഇൻഷുറൻസ് ഒക്കെ ഉള്ളവർക്ക് നല്ല സുഖമാണ്. ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ഉള്ള ആളുകൾക്ക് വളരെ സുഖമായിട്ട് ചെയ്യാനായിട്ട് പറ്റും. താങ്ക് യു മാം, പുതിയൊരു അറിവും കൂടി കിട്ടി. അല്ല ഇങ്ങനെ ഒരു അത് മെയിൻ ആയിട്ട് ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ, ഹാർട്ടിന്റെ നമ്മളെ അറിവ് കീഹോള് വരെ ഉള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് എത്തിയിട്ടില്ല. അതായത് നമുക്കറിയാലോ, നമ്മുടെ തല മുതൽ ബോഡി മൊത്തം നമുക്ക് വെയിൻസ് ഉണ്ട്. വെയിൻസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ബ്ലോക്ക് ഉണ്ടാവും. നമ്മൾ ഹാർട്ടിന്റെ ബ്ലോക്ക് മാത്രമാണ്, അല്ലെങ്കിൽ സ്ട്രോക്ക് വരുന്നതൊക്കെയാണ് ആളുകൾ അധികം ഹൈലൈറ്റ് ചെയ്യുക. പക്ഷെ അതല്ലാതെ നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിലും ഞരമ്പുകളിൽ വേദന വന്ന് നോക്കുമ്പോൾ നമുക്ക് ബ്ലോക്ക് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ ആൻജിയോപ്ലാസ്റ്റി മാത്രമാണ് ഈ കാർഡിയാക് ആളുകൾ, മീൻസ് അതിന്റെ എക്സ്പേർട്ടുകൾ ചെയ്യുന്നത്. അതല്ലാതെ നമ്മുടെ ബോഡിയിലെ ഏത് ബ്ലോക്കുകളും ഈ ഇന്റർവെൻഷണൽ റേഡിയോളജിയിൽ നമ്മൾ അതേ പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു മാം. നല്ലൊരു ക്ലാസ്സും ആയിരുന്നു. കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷർ. സാർ എവിടെയാ? കാലിക്കറ്റ് എവിടെയാ? ഞാൻ കാലിക്കറ്റ് പന്നിയങ്കര. അത് ശരി. എന്റെ സ്വന്തം വീട് കുണ്ടായിത്തോടാണ്. ഹസ്ബൻഡിന്റെ വീടാണ് രാമനാട്ടുകര. കുണ്ടായിത്തോട് എവിടെയാണ്? കുണ്ടായിത്തോട് നമ്മുടെ റെയിലിന്റെ അടിയിൽ, ഹെൽത്ത് സെന്ററിന്റെ ഒക്കെ ഒരു റോഡ്. റെയിലിന്റെ അടിയിൽ കൂടെ പോയിട്ട് നമ്മളെ നേരെ തോണിക്കര എത്തും. അവിടേക്ക് പോണ്ട, അതിന്റെ അത് ലെഫ്റ്റ് സൈഡാ, ഇത് റൈറ്റ് സൈഡ്. റെയിലിന് പാരലൽ ആയിട്ട് പോവാ. സാറിന്റെ പുറകിൽ ഒരുപാട് ബുക്കുകൾ കാണുന്നുണ്ട്. ഞാൻ എന്റെ 2 ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്. സെക്കൻഡ് മാർക്കറ്റിംഗ് പറയൂ. കവിതകളാണ്. അപ്പൊ നമുക്ക് നേരിട്ട് കാണാം എപ്പോഴെങ്കിലും. പരിചയപ്പെട്ടു നമ്മള്. നല്ല ക്ലാസ് ആയിരുന്നു. നല്ല കോഴിക്കോട് നമ്മളെ കോൺഫിഡൻസ് എങ്ങനെ വർദ്ധിപ്പിക്കാം. പ്രത്യേകിച്ച് ഡ്രൈവിംഗ് ഒക്കെ ഒരാൾക്ക് പെട്ടെന്ന് ഒരു 4 ലോങ് ഒക്കെ പോയി വരുമ്പോ ആളൊന്ന് ഫിറ്റ് ആവും മെന്റലി, എന്തും ഫേസ് ചെയ്യാന്നുള്ള. ഡ്രൈവിംഗ് ഒക്കെ ഒരു സെക്കൻഡ് ഡിസിഷൻ ആണല്ലോ, ഒരു സെക്കൻഡിൽ എടുക്കേണ്ട ഡിസിഷനാണ്. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് എടുക്കുമ്പോ അത് നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങൾക്കും അതേമാതിരി തീരുമാനങ്ങൾ എടുക്കാനുള്ള നമ്മളെ കഴിവ് വർദ്ധിക്കും. താങ്ക് യു മാം. ഓക്കെ മാം, ഒരു 6:36 നമ്മുടെ ടൈം ഒരുപാട് സമയം കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു ചെറിയൊരു ഡൗട്ട് കൂടി, കാരണം വെച്ചാല് സംശയം തീർത്തു പോകാലോ. സാധാരണ രീതിയിൽ ട്രെയിനർ എന്ന് പറയുമ്പോൾ കുറെ ഒരു 100ഓളം PPTകളും അതിന്റെ പ്രസന്റേഷൻ എങ്ങനെയാണെന്നാണ് പഠിപ്പിക്കല്. അത് നമ്മൾ ഒരുപാട് ട്രെയിനർമാർ ക്ലാസ് എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അവര് ആ പഠിച്ച രീതി, ആ PPT എങ്ങനെയാണോ പ്രസന്റ് ചെയ്യുന്നത് അതേപോലെ പ്രസന്റ് ചെയ്തിട്ടാണ് പോകലാണ്. പക്ഷെ മാമിന്റെ ഉള്ളിൽ നിന്നുള്ള കുറെ അറിവുകളുണ്ട്. ഇതിനു വേണ്ടി മറ്റെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഈ ഉള്ളിൽ നിന്ന് അറിവ് വരാൻ വേണ്ടിയിട്ട്? ഇപ്പൊ ബേസിക്കലി ഞാൻ നല്ലൊരു മടിച്ചിയാണ് എന്നുള്ളതാണ് സത്യം. ഈ PPT ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള എഫേർട്ട് എടുക്കണം. ഞാൻ ഈ ഹോസ്പിറ്റൽ ഒരു HR ആയിട്ട്, അതായത് 4-5 ബ്രാഞ്ചിന്റെ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സെയിം ടൈം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ JCAയുടെ സോൺ വൈസ് പ്രസിഡന്റ് ആണ്. അപ്പൊ നമുക്ക് 10 ലോക്കൽ ഓർഗനൈസേഷൻ എന്റെ അണ്ടറിലുണ്ട്. വള്ളിക്കുന്ന്, പരപ്പനങ്ങാടി, രാമനാട്ടുകര, മാങ്കാവ്, കോഴിക്കോട്, മേപ്പയ്യൂര്, വടകര, പയ്യോളി,
കൊയിലാണ്ടി, കുറ്റിയാടിയൊക്കെ പോലെയുള്ള 10 ലോക്കൽ ഓർഗനൈസേഷൻ, 60ഓളം ലോക്കൽ ഓർഗനൈസേഷൻ ഉണ്ട്. അതിൽ നമുക്ക് 5 സോൺ വൈസ് പ്രസിഡന്റുമാരാണ്, അതിൽ ഒരു സോൺ വൈസ് പ്രസിഡന്റ് ആണ് ഞാൻ. അപ്പൊ ഇത്രയും ലോക്കൽ ഓർഗനൈസേഷന്റെ കാര്യങ്ങൾ നോക്കണം. അപ്പൊ ഇന്നിപ്പോ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പയ്യോളിക്ക് പോകണം. അപ്പം നമ്മൾ അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നോണ്ട് PPT ഒക്കെ ഉണ്ടാക്കി നമുക്ക് അത് അങ്ങനെ ചെയ്യുന്ന നല്ല നല്ല ട്രെയിനേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് നമ്മളെ ഓഡിയൻസ് ആയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ചിന്തയും കൂടെ ഉണ്ട്. അപ്പൊ എനിക്ക് ഈ PPT ഒക്കെ കണ്ട് ട്രെയിനിങ് ഇരിക്കാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ എന്റെ കയ്യിൽ ഒരു ട്രെയിനിങ്ങിന്റെ PPT ഇല്ല. ഞാൻ ഇതുവരെ PPT വെച്ചിട്ട് ട്രെയിനിങ്ങേ എടുത്തിട്ടില്ല. കുട്ടികൾക്കൊക്കെ ക്യാമ്പിലായാലും പഠിച്ചതല്ല അതിലേക്ക് പ്രസന്റേഷൻ, അവിടെ പറഞ്ഞത് പഠിച്ചതല്ല, പക്ഷെ ഉള്ളിൽ നിന്നുള്ള അറിവുകളാണ് വരുന്നത്. അതുകൊണ്ട് സംശയം കുടിക്കരുത്. ഒരു സാധാ ട്രെയിനിങ് അല്ല, ഇതിന്റെ ഉള്ളിലൂടെ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് മനസ്സിലായത്, അതുകൊണ്ട് ഞാനിപ്പോ ചോദിച്ചാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇപ്പൊ ഓഫീസിലാണെങ്കിലും പണ്ടൊക്കെ നമ്മളൊരു HR മാനേജർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടി എല്ലാവർക്കും. കാരണം ഒരു ലീവ് ചോദിക്കാൻ പോവാൻ, ക്യാബിലേക്ക് വരാനൊക്കെ കുട്ടികൾക്ക് ഭയങ്കര പേടിയുള്ള ഒരു കാലഘട്ടം. പക്ഷെ ഞാനെല്ലാം ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ അങ്ങനെ നിന്നാൽ അവരിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ല. പക്ഷെ നമ്മൾ അവരിൽ ഒരാളായിട്ട് കൂടെ പോവുക, അവരെ തോളത്ത് കൈയിടുക, അവരുടെ ഇപ്പൊ ഓരോ സെഷൻസ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ സംബന്ധിച്ച് ഇപ്പൊ CT, MRI ഒക്കെ ഉണ്ടാവും. അവരൊക്കെ ഭയങ്കര നമ്മൾ ഹോസ്പിറ്റലിൽ ഒന്നും ഒരിക്കലും സന്തോഷിച്ച് വർക്ക് ചെയ്യുന്ന ആളുകളാവില്ലല്ലോ. കാരണം നമ്മൾ നല്ല കൂളായിട്ട് ആ പണിയൊക്കെ കഴിഞ്ഞു വിചാരിച്ച് നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഒരു ആക്സിഡന്റ് കേസ് വരിക, MRI എടുക്കാൻ. അപ്പൊ ആ MRI നമ്മൾ എടുത്തുകൊണ്ടിരിക്കും. നമുക്കറിയാലോ ഒരു ഹോസ്പിറ്റലിൽ ഒരു MRI അല്ലേ ഉണ്ടാവുള്ളൂ. ഈ MRI എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഒരു 1.5 മണിക്കൂറൊക്കെ എടുക്കേണ്ട കേസൊക്കെ വരും. ഇത് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും അടുത്തൊരു അതിലും വലിയ ആക്സിഡന്റ് ആയിട്ട് വരിക. അപ്പൊ നമ്മൾ ആ ഉള്ള പേഷ്യന്റിനെ ഇറക്കി ചിലപ്പോൾ ഈ പേഷ്യന്റിനെ കയറ്റേണ്ട സിറ്റുവേഷൻ ഒക്കെ വരും. അപ്പൊ ആദ്യത്തെ പേഷ്യന്റിനെ കൂളാക്കി നിർത്തുക എന്ന് പറയുന്നതും, കാരണം ഒരു വല്ലാത്ത സിറ്റുവേഷൻ ആണ് നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുക പറഞ്ഞാൽ. അപ്പൊ ഈ കുട്ടികളെ സംബന്ധിച്ച്, അതായത് അവിടുത്തെ സ്റ്റാഫിനെ സംബന്ധിച്ചിട്ട് അവരെ നല്ല രീതിയിൽ പോസിറ്റീവോടെ നിലനിർത്തുക എന്നുള്ളത് ഒരു HR-ന്റെ ഉത്തരവാദിത്തമാണ്. കാരണം അവർക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പണിയല്ല. നമ്മൾ വേറൊരു ജോലി എന്ന് പറയുമ്പോൾ രാവിലെ പോവാ വൈകുന്നേരം വരെ. ഇതെന്ന് വെച്ചാൽ ഏത് നിമിഷം എന്തും സംഭവിക്കാം. പിന്നെന്ന് പറഞ്ഞാല് USG അൾട്രാസൗണ്ട് എടുക്കാൻ വരുന്ന ഒരുപാട് ഗർഭിണികളുണ്ട്. നമുക്ക് 100+ ആണ് ഡെയിലി വരുന്നത് മലപ്പുറം ഹോസ്പിറ്റലിലൊക്കെ ഗർഭിണികൾ വരുന്നത്. ഗ്ലോബൽ സ്കാനിങ്ങിന്റെ അതാണോ? അതെ 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 അതെ. അതിന്റെ 1-2 ആളുകൾ എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഞാനൊരു അക്യുപഞ്ചറിസ്റ്റ് ആണ്. അത് ശരി ശരി. അപ്പൊ അപ്പൊ എന്റെ നമുക്ക് അടുത്ത് വന്നിരുന്നു അപ്പൊ ഗ്ലോബൽ അത്രയും പേഷ്യൻസ് വരുമ്പോഴേ സ്കാനിങ്. അതെ അതെ. ഡോക്ടർ നിസാസ് ഗ്ലോബൽ സ്കാൻസ് ആൻഡ് ഇന്റർനാഷണൽ റേഡിയോളജി സെന്റർ ആണ്. അപ്പൊ ഈ ഗർഭിണികളെ സംബന്ധിച്ച് എല്ലാവർക്കും അവനവൻ്റെത് പ്രധാനമാണല്ലോ. അപ്പൊ പ്രത്യേകിച്ച് USG ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ബ്ലാഡർ ഫുൾ ആയാലേ സ്കാൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവര് വെള്ളം കുടിച്ചിങ്ങനെ മൂത്രമൊഴിക്കാൻ നിൽക്കുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് ഇത് എടുക്കണം. അപ്പം ഒരു 10 ആൾ ഒരുമിച്ചിട്ടായിരിക്കും, പ്രശ്നമാവും, ബൈസ്റ്റാൻഡേഴ്സ് പ്രശ്നമാവും. അപ്പൊ നമ്മുടെ കുട്ടികളെ കൂളാക്കി നിർത്തുക എന്നുള്ളതാണ് ഞാൻ അവിടെ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ. എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച അവർക്ക് ഫ്രീ ആയിട്ട് സ്റ്റാഫ് ട്രെയിനിങ് നമ്മുടെ JC-യിലെ വലിയ വലിയ ട്രെയിനേഴ്സിനെ വെച്ചിട്ട് കുട്ടികൾക്ക് നടത്തി അവരെ നല്ലൊരു ഇതാക്കിയിട്ട് അവരിലുള്ള ഒരാളായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഭയങ്കര കൂളാണ്. അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും അവരനുസരിക്കും. അപ്പൊ ടൈം ഒരുപാടായി, സോറി. ഓക്കെ കവിത മാം, താങ്ക് യു സോ മച്ച്. അപ്പൊ എങ്ങനെയാണ് ഇതിനൊരു മറുപടി പറയേണ്ടതെന്ന് അറിയില്ല. ഇനി നല്ലൊരു സെഷനാവും. എല്ലാവർക്കും ഒരു പോസിറ്റിവിറ്റി ഇന്നത്തെ മോർണിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടീം മെമ്പേഴ്സ്, അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ നിങ്ങൾ ഗ്രൂപ്പ് ത്രൂ അറിയിക്കുക കേട്ടോ. നമ്മുടെ ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെ ഫീഡ്ബാക്കും എല്ലാം ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യാം. ഓക്കെ, ഇനി കവിത മാം താങ്ക് യു സോ മച്ച്. നമുക്ക് ഒരുപാട് സെഷൻസ് നമുക്ക് മാമിന് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. Thank you, Kavita ma'am. Thank you all. Thank you, Kavita ma'am. Thank you all. Thank you all.